Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. May yahdihillahu fala mudilla lahu wa may yudlilhu fala hadiya lahu wa ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാല ഉസൂലുസ് സുന്ന എന്ന ഗ്രന്ഥമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും ഭാഗങ്ങൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. നമ്മൾ പറഞ്ഞു നിർത്തിയത് വസ്സുന്നത്തു ഇൻദനാ ആസാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സുന്നത്തു തുഫസ്സിറുൽ ഖുർആൻ വഹിയ ദലായിലുൽ ഖുർആൻ. വസ്സുന്നത്തു സുന്നത്ത് എന്നത് ഇൻദന നമ്മുടെ അടുത്ത് സലഫുകളുടെ അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിന്റെ അഹ്ലുസുന്നയുടെ അടുത്ത് ആസാർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ആസാറുകളാണ്. വസ്സുന്നത്ത് തുഫസ്സിറുൽ ഖുർആന, സുന്നത്ത് അത് ഖുർആനിനെ വിശദീകരിക്കുന്നു. വഹിയ ദലായിലുൽ ഖുർആനി, അത് ഖുർആനിന്റെ ഗൈഡാകുന്നു. ആസാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, നമ്മളത് വിശദീകരിച്ചു. അതേപോലെ തന്നെ സുന്നത്ത് ഖുർആനിനെ വിശദീകരിക്കുന്നതിന്റെ ഏതാനും രൂപങ്ങൾ, 3 രീതിയിലാണ് സുന്നത്ത് ഖുർആനിനെ വിശദീകരിക്കുന്നത്. അതിൽ രണ്ടാമത്തേത് 1, 2, 3 അതിന്റെ ഇനങ്ങള്, അതിന്റെ രീതികള് അത് നമ്മൾ വിശദീകരിച്ചു. ശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സുന്നത്ത് വിശദീകരിക്കുന്നത്, മുജ്മലായതിനെ വിശദീകരിക്കുന്നത്, അതിനെ സുന്നത്ത് വിശദീകരിക്കുന്ന രീതി, ആമ്മായ ഖുർആനിന്റെ ആയത്തുകളെ ഹദീസ് ഖാസാക്കി പറയുന്ന രീതി, മുത്ലഖായി പറഞ്ഞതിനെ മുഖയ്യദായി പറയുന്ന രീതി, അതേപോലെ തന്നെ മുഷ്കിലായതിനെ തൗലീഹ് ചെയ്ത് പറയുന്ന രീതി, ഇതേപോലെ തന്നെ ഖുർആനിൽ പറയപ്പെട്ടിട്ടില്ലാത്ത പുതിയ ഹറാമുകള് ഹലാലുകള് അത് പ്രത്യേകമായി വിശദീകരിക്കുന്ന രീതി, അത് എന്തൊക്കെയാണ് അത് വിശദമായി അത് പറഞ്ഞു. സുന്നത്ത് കൂടാതെ ഒരാൾക്ക് ഖുർആനിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. അതാണ് വഹിയ ദലായിലുൽ ഖുർആൻ. ഖുർആനിന്റെ വിശദീകരണം ആവശ്യമാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ആ വിശദീകരണം അല്ലാഹ് തന്നെ ചെയ്യും എന്നതും ഖുർആൻ പറഞ്ഞു. ആ വിശദീകരണമാണ് സുന്നത്ത്.
അത് വഹിയാണ്, സുന്നത്ത് വഹിയാണ് എന്നതിന്റെ തെളിവുകൾ ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു, ഹദീസുകളിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു, സഹാബികളുടെ ചര്യകളിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചു. ഖുർആനിനെ പോലെ തന്നെ വഹിയാണ് സുന്നത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന് വിശദീകരണം നൽകുന്നത് വാക്കുകളിലൂടെയാവാം, പ്രവൃത്തികളിലൂടെയാകാം, അനുവാദങ്ങളിലൂടെയാകാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാവാം. അതാണ് ആസാറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ഹദീസുകളെ, സുന്നത്തുകളെ അത് അതേപോലെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇതിലേക്ക് ചേർത്തിക്കൊണ്ട് അസരി എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ സാങ്കേതികമായ ഭാഷയിൽ സ്വഹാബികളിൽ നിന്ന് ഉള്ള റിവായത്തുകൾക്ക് ആസാറുകൾ, താബീങ്ങളിൽ നിന്നുള്ള റിവായത്തുകൾക്ക് ആസാറുകൾ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇവിടെ വസ്സുന്നത്തു ഇൻദന ആസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് നമ്മൾ വിശദീകരിച്ചു. സുന്നത്ത് അതാണ് ഇസ്ലാം, ഇസ്ലാം അതാകുന്നു സുന്നത്ത്. അതല്ലാതെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കേവലം ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല സുന്നത്തിനവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമ്മൾ പറഞ്ഞു. കൂടുതൽ വിശദീകരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വിശദീകരിക്കാനുള്ളത് വലൈസ ഫിസ് സുന്നത്തി ഖിയാസുൻ, വലൈസ ഇല്ല, ഫിസ് സുന്നത്തി സുന്നത്തിലില്ല, ഖിയാസുൻ ഖിയാസില്ല. ഖിയാസ് എന്താ? ഖിയാസിന്റെ അർത്ഥം ഖിയാസ് പഠിച്ചിട്ടില്ലേ? ഖിയാസ് പദം തന്നെ നമ്മളാരും കേട്ടിട്ടില്ല. താരതമ്യം ചെയ്യാം. വലൈസ ഫിസ്സുന്ന, സുന്നത്തിലില്ല ഖിയാസുൻ, ഖിയാസില്ല, താരതമ്യം, തുലനം ചെയ്യല്, താരതമ്യം ചെയ്യല്, അത് സുന്നത്തിലില്ല. വലാ തുലറബു ലഹ അൽ അംസാലു, വലാ തുലറബു, ലറബ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ലഫ്ലാണ് ലറബ. ഇവിടെ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം, ഉണ്ടാക്കുക, വിശദീകരിക്കുക, പറയുക. ലറബൽ അംസാൽ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വലാത്തു ദരിബൂ ലില്ലാഹിൽ അംസാല, ഉദാഹരണം പറയുക, ഉദാഹരണം വിശദീകരിക്കുക, ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെയാണ് ലറബ. വലാ തുലറബു ലഹ, വലാ തുലറബു ഉണ്ടാക്കരുത്, കൊണ്ടുവരരുത്, ലഹ സുന്നത്തിന്, അൽ അംസാലു എന്ത്? അസലുകൾ കൊണ്ടുവരരുത്, ഉദാഹരണങ്ങൾ, ഉപമകൾ. ലഹ എന്ന് പറഞ്ഞാൽ സുന്നത്തിന്, അതിന് അംസാലുകൾ കൊണ്ടുവരരുത്, ഉപമകൾ, ഉദാഹരണങ്ങൾ ഉണ്ടാക്കരുത്. ലറബ വിശദീകരിക്കുക, ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്, ഉദാഹരണങ്ങൾ ഉണ്ടാക്കരുത്. വലാ തുദറക്കു ബിൽ ഉഖൂലി വലൽ അഹ്വാ, അഖലിന്റെ ജംആണ് ഉഖൂല്. മസല അംസാല്, അഖല് ഉഖൂല്, ഹവ അഹ്വാ നേരത്തെ വന്നതാണ്. ഇച്ഛ, ഹവ, അഹ്വാ ഇച്ഛകൾ, തോന്നലുകൾ, താല്പര്യങ്ങൾ. അഖല് ബുദ്ധി. വലാ തുദറക്കു, അദറക യുദ്രിക്കു, പ്രാപിക്കുക, എത്തിച്ചേരുക. വലാ തുദറക്കു, പ്രാപിക്കുക സാധ്യമല്ല. ഏത്? സുന്നത്ത്. എത്തിച്ചേരുക സാധ്യമല്ല, സുന്നത്തിലേക്ക്, പ്രമാണങ്ങളിലേക്ക് എത്തിച്ചേരുക സാധ്യമല്ല, അല്ലെങ്കിൽ പ്രാപിക്കാൻ സാധ്യമല്ല.
എന്തുകൊണ്ട്? ബിൽ ഉഖൂലി, മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ട്, വലൽ അഹ്വാഇ, അവന്റെ ഇച്ഛകൾ കൊണ്ട്. അപ്പൊ മനുഷ്യന്റെ ഇച്ഛകൾ കൊണ്ടും അവന്റെ ബുദ്ധികൾ കൊണ്ടും അത് മനസ്സിലാക്കുക സാധ്യമല്ല, അത് ഗ്രഹിക്കുക സാധ്യമല്ല. അദറക യുദ്രിക്കു, പ്രാപിക്കുക, മനസ്സിലാക്കുക, കണ്ടെത്തുക. വലാ തുദറക്കു, അത് മനസ്സിലാക്കുക സാധ്യമല്ല, അത് പ്രാപിക്കുക സാധ്യമല്ല സുന്നത്ത്. എന്തുകൊണ്ട്? ബിൽ ഉഖൂലി, മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ട്. വലൽ അഹ്വാഇ, അവന്റെ ഇച്ഛകൾ കൊണ്ടോ അത് പ്രാപിക്കുക, അത് മനസ്സിലാക്കുക സാധ്യമല്ല, അത് കണ്ടെത്തുക സാധ്യമല്ല. ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർക്കുൽ ഹവ. ഇന്നമ, തീർച്ചയായും അതെന്ത് മാത്രമാണ്? ഹുവൽ ഇത്തിബാഉ, ഇത്തിബാഅ് മാത്രമാണത്. മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ടോ അവന്റെ ഇച്ഛകൾ കൊണ്ടോ സുന്നത്ത് മനസ്സിലാക്കുക, സുന്നത്തിനെ മനസ്സിലാക്കുക, അതിനെ പ്രാപിക്കുക എന്നത് സാധ്യമല്ല. പിന്നെന്താണ് സുന്നത്ത്? ഇന്നമാ ഹുവൽ ഇത്തിബാഉ, അത് ഇത്തിബാഅ് മാത്രമാണ്, പിൻപറ്റുക, പിന്തുടരൽ മാത്രമാണ്. വതർക്കുൽ ഹവ, ഹവയെ ഉപേക്ഷിക്കലുമാണ്. വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇതുവരെ വിശദീകരിച്ചത്. അതേപോലെ തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്, മർമ്മപ്രധാനമായ വിഷയങ്ങളാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്നത്തിന്റെ അടിത്തറകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതെന്നിലായിരുന്നോ ആ സ്വഹാബത്തിനെ മുറുകെ പിടിക്കലും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കലും അവരെ മാതൃകയാക്കലും അഹ്ലുസ് സുന്നയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന അത് ഏത് കാര്യങ്ങളാണെങ്കിലും അത് ഉപേക്ഷിക്കുക എന്നത് അഹ്ലുസ് സുന്നയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ്. കാരണം അതെല്ലാം ദുർമാർഗമാണ്. അതേപോലെ തന്നെ കുതർക്കങ്ങൾ ഉപേക്ഷിക്കുക, ഹവയുടെ ബിദ്അത്തിന്റെ ആളുകളോടൊപ്പമുള്ള ഇരുത്തം അത് ഉപേക്ഷിക്കുക, അള്ളാഹുവിന്റെ മതത്തിലുള്ള ഹുസൂമാത്തുകളും ജിദാലുകളും മിറാഉകളും, തർക്കങ്ങള്, വാദപ്രതിവാദങ്ങള്, കോലാഹലങ്ങള് അത് ഒഴിവാക്കുക. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത്, അഹ്ലുസ് സുന്നയുടെ അടുത്ത്, സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ആസാറുകളാണ്. ഈ ആസാറുകളാണ് ഖുർആനിനെ വിശദീകരിക്കുന്നത്, തഫ്സീർ ചെയ്യുന്നത്, ബയാൻ ചെയ്യുന്നത്. ഈ സുന്നത്ത് ഖുർആനിലേക്കുള്ള ഗൈഡാകുന്നു. വലൈസ ഫിസ് സുന്നത്തി ഖിയാസുൻ, സുന്നത്തിൽ ഖിയാസില്ല, താരതമ്യം, തുലനം ചെയ്യലില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സുന്നത്ത് കൊണ്ടുള്ള അർത്ഥം അൽ ഇസ്ലാം എന്നുള്ള അർത്ഥമാണ്. വലൈസ ഫിസ് സുന്ന, സുന്നത്തിലില്ല. അപ്പൊ മറ്റേ അർത്ഥത്തെ നമ്മളൊരു മൂലക്ക് മാറ്റി വെച്ചോളണം. ചെയ്താലും കൂലിയുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അർത്ഥം തന്നെ ആരും പറഞ്ഞിട്ടില്ല ഈ നമ്മളെ ഉസൂൽ സുന്നയിൽ. അപ്പൊ സുന്നത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട അർത്ഥം അതാണ്, ഇസ്ലാം. ഒന്നാമത്തെ ഇതിൽ നമ്മൾ അതിന്റെ നിർവചനം എഴുതിയിട്ടുണ്ട്. ഇമാം ബർബഹാരി പറഞ്ഞത് അൽ ഇസ്ലാമു ഹുവ സുന്ന, അസുന്നത്തു ഹിയൽ ഇസ്ലാം. അത് നമ്മൾ അവിടെ വിശദീകരിച്ചു പോയിട്ടുണ്ട്. വലൈസ ഫിസ് സുന്ന, സുന്നത്തിലില്ല. ഖിയാസുൻ, ഖിയാസില്ല. ഇസ്ലാമിൽ എന്തില്ല? ഖിയാസില്ല. അതേപോലെ തന്നെ വലാ തുദറബു ലഹൽ അംസാൽ, അതിലെന്തില്ല? ഉദാഹരണങ്ങൾ കൊണ്ടുവരലില്ല. വലാ തുദറബു ലഹ, കൊണ്ടുവരരുത്. എന്താ അംസാൽ? ഉദാഹരണങ്ങള്, ഉപമകൾ കൊണ്ടുവരരുത്. വലാ തുദറഖു ബിൽ ഉഖൂലി വലൽ അഹ്വാഇ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പ്രാപിക്കുക സാധ്യമല്ല, മനസ്സിലാക്കുക സാധ്യമല്ല.
വിശദീകരിക്കുക സാധ്യമല്ല. ബിൽഖൂലി വലല്ലഹ്വായി, നമ്മുടെ ഇച്ഛകൾക്കും നമ്മുടെ ബുദ്ധികൾക്കും അത് പ്രാപിക്കുക സാധ്യമല്ല, അത് മനസ്സിലാക്കുക സാധ്യമല്ല. പിന്നെന്താണ് ഇസ്ലാം? ഇന്നമാ ഹുവൽ ഇത്തിബാഉ. ഇത് വളരെ മർമ്മമാണ്. അത് ഇത്തിബാഅ് മാത്രമാണ്. നസ്സുകളിൽ വന്നത് എന്താണോ അത് പിൻപറ്റൽ മാത്രമാണ്. ഇന്നമാ എന്ന് പറഞ്ഞ അവിടെ മാത്രമാണ്. തീർച്ചയായും ഇസ്ലാം എന്ത് മാത്രമാണ്? ഇന്നമാ ഹുവൽ ഇത്തിബാഉ. ആ സുന്നത്ത് എന്നത് അല്ലെങ്കിൽ ഇസ്ലാം എന്നത് അത് ഇത്തിബാഅ് മാത്രമാണ്. എന്താ ഇത്തബാ? പിൻപറ്റൽ മാത്രമാണ്. വതർക്കുൽ ഹവ. പിന്നെന്താ ഇസ്ലാം എന്ന് പറഞ്ഞ? സുന്നത്ത് എന്ന് പറഞ്ഞ അത് വതർക്കുൽ ഹവ, ഇച്ഛകളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ ഉപേക്ഷിക്കലുമാണ്. ആ പറഞ്ഞു വന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, സുന്നത്ത് എന്നത് വഹിയാണ്, അതാണ് ഇസ്ലാം. പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് വഹിയിലൂടെ ആയിരിക്കണം. രണ്ട് വഹികളാണ് ഏത്? ഖുർആനും സുന്നത്തും. അപ്പൊ പ്രമാണങ്ങളിൽ എന്ത് പറഞ്ഞോ ആ പ്രമാണങ്ങളിൽ ഉള്ളത് ഇത്തിബാ ചെയ്യാം. അതെന്തും ആകാം. ആ പ്രമാണങ്ങളെ എതിർക്കാൻ അവിടെ നേരത്തെ പറഞ്ഞല്ലോ, വലാ തുദറബുലഹ, കൊണ്ടുവരരുത് എന്ന് പറഞ്ഞല്ലോ. എന്താ? അംസാൽ, ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്, ഉപമകൾ കൊണ്ടുവരരുത്. എന്തിന്? വലാ തുദറബുലഹ എന്ന് പറഞ്ഞാൽ അവിടെ അതിനെ എതിർക്കാൻ, സുന്നത്തിനെ എതിർക്കാൻ. എന്ത് കൊണ്ടുവരരുത്? ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഹവ, നമ്മുടെ ഇച്ഛ കൊണ്ടോ അത് പ്രാപിക്കാൻ സാധ്യമല്ല, അത് മനസ്സിലാക്കാൻ സാധ്യമല്ല, അത് വിശദീകരിക്കാൻ സാധ്യമല്ല, അത് കണ്ടെത്താൻ സാധ്യമല്ല. പിന്നെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വഹീല് പറഞ്ഞത് എന്താണ്? ആ വഹീന് പൂർണ്ണമായും കീഴ്പ്പെടുക. അവിടെ നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ ഒന്നിനും ഒരു സ്ഥാനവും ഇല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത് അടിസ്ഥാനപരമായ വിഷയമാണെന്ന് പറഞ്ഞത്. അള്ളാഹിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ മതത്തിൽ, ഇസ്ലാമിൽ, അഹ്ലു സുന്നത്തിൽ അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ വന്നത്, വഹികളിൽ വന്നത് എന്താണോ അത് അതേപോലെ സ്വീകരിക്കുക. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യത്തിനെതിരായിട്ട് ഖിയാസ് കൊണ്ടുവരരുത്. അതെന്തോ ആകാം, എന്ത് വിഷയമാകാം, അഖീദാപരമായ കാര്യങ്ങളോ അതല്ലാത്ത വിഷയങ്ങളോ എന്ത് കാര്യമാകാം. പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ, പ്രമാണം എന്ന് പറഞ്ഞാൽ രണ്ട് വഹികൾ, അതായത് ഖുർആനും സുന്നത്തും, ആ പ്രമാണങ്ങളിൽ എന്ത് സ്ഥിരപ്പെട്ടോ അത് അംഗീകരിക്കണം. അതിനെതിരായിട്ട് നമ്മുടെ ബുദ്ധികൾ കൊണ്ടുവരരുത്. അതിനെതിരായിട്ട് നമ്മുടെ ഹവക്കനുസരിച്ച് നമ്മൾ സംസാരിക്കരുത്. പ്രമാണങ്ങൾക്കെതിരായിട്ട് ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്. ഇസ്ലാമിൽ എന്തില്ല? സുന്നത്തിനൊരു സ്ഥാനവും ഇല്ല. അവിടെ പ്രമാണങ്ങളിൽ എന്ത് വന്നോ അത് സമയന അത്തായന. അപ്പോ ഇതാണ് അതിന്റെ രത്ന ചുരുക്കം. അങ്ങനെ ഏതാണ്? അത് ഇസ്ലാമിൽ ഖിയാസിന് യാതൊരുവിധ സ്ഥാനവുമില്ല. ഇസ്ലാമിലുള്ളത് വെറും ഇത്തിബാ മാത്രമാണ്. നമ്മുടെ ഹവകളെ പൂർണ്ണമായും ഉപേക്ഷിക്കലാണ്. ഇനി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങള്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകള് അതേപോലെ തന്നെ ഹദീസുകള് ഈ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. വലൈസ ഫി സുന്നത്തി ഖിയാസുൻ, സുന്നത്തിൽ എന്തില്ല? ഖിയാസില്ല. സുന്നത്തിനെ എതിർക്കാൻ വേണ്ടി ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ അത് മനസ്സിലാക്കാനോ അത് കണ്ടെത്താനോ സാധ്യമല്ല. പിന്നെ പ്രമാണങ്ങളിൽ വന്നത് പൂർണ്ണമായിട്ടും അത് നമ്മൾ അംഗീകരിച്ചോളണം. അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ആയത്തുകൾ, ചില ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ആയത്തുകൾ നമ്മൾ പല തവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അത് സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അവിടെ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ യുക്തിക്കോ ഒരു സ്ഥാനവും എന്തില്ല? ഇസ്ലാമില് ഇല്ല. അത് അങ്ങനെ തന്നെ അത് അംഗീകരിച്ചോളണം. അതിന്റെ ചില ആയത്തുകൾ എഴുതിക്കോ. ഒന്ന് അഹ്സാബിലെ 36-ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ച ആയത്താണ്. വമാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം
മുബീന. പലതവണ നമ്മൾ ആവർത്തിച്ച് കേട്ട ആയത്താണ് വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. പിന്നീട് എന്താണ്, അള്ളി റസൂലും തീരുമാനിച്ച ഒരു കാര്യത്തിൽ പിന്നീട് ഒരു ചോയ്സ്, പിന്നീട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാനുള്ള ഒരു ഒരു ചാൻസ് ഇസ്ലാമില് ഇല്ല. അത് പാടില്ല എന്നാണ്. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്. അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ നോക്കണം. അപ്പൊ അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചോളണം. അതൊരു പക്ഷേ നമ്മുടെ ബുദ്ധിക്കെതിരാകാം, നമ്മുടെ യുക്തിക്കെതിരാകാം, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കെതിരാകാം, അല്ലെങ്കിൽ ലോകത്ത് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചതിനെതിരാകാം, അല്ലെങ്കിൽ പലതിനും അത് എതിരാകാം. പക്ഷെ ഖുർആനിൽ ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? അത് അംഗീകരിക്കുക. അവർ പറഞ്ഞതിനെതിരായിട്ട്, ഖുർആനും സുന്നത്തിനും എതിരായിട്ട്, അള്ളാഹു റസൂലും പറഞ്ഞതിന് എതിരായിട്ട് ഒരു ഖിയറത്ത്, ഒരു തീരുമാനം, ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനും ഇല്ല എന്നാണ് അഹ്സാബിലെ 36-ാമത്തെ ആയത്ത്. ഇതേപോലെ തന്നെ സൂറത്ത് നിസായിലെ 65-ാമത്തെ ആയത്ത് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവരാരും സത്യവിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ നിന്നെ വിധി കർത്താവാക്കുന്നത് വരെ അവരാരും സത്യവിശ്വാസികളായി തീരുകയില്ല. അത് മാത്രം പോരാ, സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, പിന്നെ നിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തിൽ ഒരു ഹറജും, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ, മനസ്സോടെ അംഗീകരിച്ചാൽ മതിയോ? പോരാ, യാതൊരുവിധ ഹറജും ഇല്ലാതെ. അപ്പൊ നിന്നെ വിധി കർത്താവാക്കണം ആദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ എന്താ, പിന്നെ ആ തീരുമാനത്തിൽ ഒരു ഹറജും, ഒരു പ്രയാസവും, ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നുമില്ലാതെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, പിന്നെന്ത് ചെയ്യണം? വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായിട്ട് അതിന് കീഴ്പ്പെടണം, അതിന് സമർപ്പിക്കപ്പെടണം പൂർണ്ണമായിട്ടും. നിസായിലെ 65-ാമത്തെ ആയത്ത്. ഇതേപോലെ തന്നെ സൂറത്ത് നൂറിലെ 51-ാമത്തെ ആയത്ത് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ വാക്ക് അത് ഇത് മാത്രമായിരിക്കും. ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കപ്പെട്ടാൽ. എന്തിന്? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീരുമാനമുണ്ടാക്കാൻ, വിധിക്കാൻ. അൻ യഖൂലൂ, എന്തായിരിക്കും അവരുടെ തീരുമാനം? അവർ പറയുക മാത്രമായിരിക്കും. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. ഇതേപോലെ തന്നെ സൂറത്ത് ഹുജറാത്തിലെ ആദ്യത്തെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ, നിങ്ങൾ മുൻകടക്കരുത്, ഓവർടേക്ക് ചെയ്യരുത്. ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെയും അവന്റെ റസൂലിന്റെയും കൽപ്പനയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താകരുത്, അതിനെ മറികടന്നുകൊണ്ട്. അപ്പൊ ഖുർആനിന്റെ ഒരു തീരുമാനമുണ്ട്, അവന്റെ റസൂലുള്ളാഹിന്റെ ഒരു തീരുമാനം ഹദീസിലുണ്ട്. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനം ചെയ്യാൻ, തീരുമാനമെടുക്കാൻ സത്യവിശ്വാസികൾക്ക് അനുവാദം ഇല്ല. സൂറത്ത് ഹുജറാത്തിലെ ആയത്ത്. അപ്പൊ ഈ ആയത്തുകളും ഇതല്ലാത്ത ഒരുപാട് ആയത്തുകളും ആ വിഷയത്തിൽ വന്നിട്ടുള്ളതാ. അപ്പൊ ഈ ആയത്തുകളൊക്കെ നമ്മൾ പറഞ്ഞ എന്തിനാ? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അത് മനസ്സിലാക്കേണ്ടത് എന്തായിരിക്കണം? പ്രമാണങ്ങൾ കൊണ്ടായിരിക്കണം. ആ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ പിന്നീട് അതിനെ എതിർക്കാൻ വേണ്ടി ഖിയാസ് കൊണ്ടുവരരുത്. ഇസ്ലാമിൽ എന്തില്ല? അങ്ങനെ ഒരു ഖിയാസ് ഇല്ല. അതേപോലെ തന്നെ അതിനെതിർക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്? ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്. ഇന്ന് നമുക്കറിയാം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതാണ്. എന്ത്? പ്രമാണങ്ങൾ എതിർക്കുകയാണ്. എങ്ങനെ? എന്റെ ബുദ്ധിക്ക് അത് യോജിക്കൂല, അല്ലെങ്കിൽ എന്റെ യുക്തിക്ക് അത് ചേർന്നില്ല, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സയൻസ് അത് പറഞ്ഞിട്ടില്ല. അതൊന്നും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഇവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ ഉസൂലായിട്ട് പറയുന്നത് അവസാനം ഇന്നമാ ഹുവൽ ഇത്തിബാഉ, ഇസ്ലാം അല്ലെങ്കിൽ സുന്നത്ത് അതെന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉസൂൽ എന്താ? അൽ ഇത്തിബാഉ, അത് ഇത്തിബാ മാത്രമാണ്. വതർക്കുൽ ഹവ,
അത് അവന്റെ ഹവയെ അത് മാറ്റിവെക്കലാണ്, അവന്റെ ഹവയെ ഉപേക്ഷിക്കലാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൊത്തത്തില് പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താ? നഖ്ല് വന്ന വിഷയത്തെ നഖ്ല് വന്ന വിഷയത്തെക്കാൾ അഖ്ലിന് പ്രാധാന്യം കൊടുക്കല. അത് പാടില്ല എന്നാ ഇതിൽ പറഞ്ഞു. നഖ്ൽ എന്താ? പ്രമാണം. നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് വഹി, അതാണ് ഇസ്ലാം, അതാണ് സുന്നത്ത്. അപ്പൊ ഒരു വിഷയത്തിൽ നഖ്ല് വന്നിട്ടുണ്ടെങ്കിൽ, പ്രമാണം സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എന്തിനു മുൻഗണന കൊടുക്കുക? നമ്മുടെ ഹവക്ക്, നമ്മുടെ അഖലിന്, അതിന് പ്രാധാന്യം കൊടുക്കുക, നമ്മുടെ ബുദ്ധിക്ക്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വെച്ചാൽ വകുല്ലു മൻ ലഹു അഖലുൻ, ബുദ്ധിയുള്ള ഓരോരുത്തരും യഅലം, അറിയണം, അന്ന ഫസാദൽ ഇൽമി, എൽമിനെ നശിപ്പിച്ചത്, വ ഖറാബിഹി, ഖറാബ് അല്ലേ നമ്മൾ പറയലുണ്ട്, ഖാന ഖറാബാക്കുക എന്ന് പറയല്ലേ, ആകെ തകർത്താകെ തരിപ്പണം ഇൽമിനെ നശിപ്പിച്ച് കളഞ്ഞ എന്താ? ഇന്നമാ നശാ മിൻ തഖ്ദീമി റഈ അലൽ വഹി, വഹീനേക്കാൾ എന്തിനു പ്രാധാന്യം കൊടുത്തു? മനുഷ്യന്റെ റഈന് പ്രാധാന്യം കൊടുത്തു. അതോടുകൂടിയിട്ട് ഇസ്ലാമിന് എന്താക്കി? അത് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇസ്ലാമിനെ നശിപ്പിച്ച് കളഞ്ഞു. വഹീനേക്കാൾ എന്തിനു പ്രാധാന്യം കൊടുത്തു? ഇന്നമാ നശാ മിൻ തഖ്ദീമി റഈ, റഈന് മുൻതൂക്കം കൊടുത്തു. റഈ അല്ലേ, അവന്റെ റഈ, അവന്റെ ഇച്ഛ, അവന്റെ ഹവ, അവന്റെ അഖല്, എന്തിനേക്കാൾ? അലൽ വഹി. വഹി വന്നിട്ടുള്ള വിഷയം അവിടെ ഉണ്ട്, പക്ഷെ ആ വിഷയത്തിനേക്കാൾ അവൻ എന്തിനു മുൻഗണന കൊടുത്തു? റഈനെ മുന്തിച്ചു. ഇതാണെന്ത്? ഇൽമിനെ ഫസാദാക്കി കളഞ്ഞത്, നശിപ്പിച്ചു കളഞ്ഞത് ഇതാണ് എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാണ്. അപ്പോ പിന്നെ മനുഷ്യന്റെ ബുദ്ധിക്കോ യുക്തിക്കോ ഇതിലൊരു സ്ഥാനമല്ല. ഒരു പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മുടെ അനുഭവത്തിന് തന്നെ എതിരായിരിക്കും, അല്ലെങ്കിൽ സയൻസ് കണ്ടുപിടിച്ചതിനെതിരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കെതിരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനെതിരായിരിക്കും. എന്നിരുന്നാലും നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താണ്? വഹീനായിരിക്കണം, പ്രമാണങ്ങളായിരിക്കണം, നഖലിനായിരിക്കണം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറയാണ്. അപ്പോ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരരുത്? ഖിയാസ് കൊണ്ടുവരരുത്. പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടോ അത് അങ്ങനെ സ്വീകരിച്ചോളാം. ഒരു ഉദാഹരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള സംഭവത്തിൽ കാണാം. അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അൽ വുളൂഉ മിമ്മാ മസ്സത്തിന്നാർ, തീ സ്പർശിച്ചതിന് എന്ത് ചെയ്യണം? വുളു എടുക്കണം. അതായത് തീ കൊണ്ട് വേവിച്ചത്, തീയിൽ പിന്നെ അങ്ങനെ വേവിച്ചുണ്ടാക്കിയ സാധനങ്ങൾ തിന്നാൽ എന്ത് ചെയ്യണം? വുളു എടുക്കണം എന്നുള്ള ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം, ഒരു ഖിയാസ് കൊണ്ടുവരാം. എന്താ കൊണ്ടുവന്നത്? യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദ്യം എന്താ അറിയോ? അനതവല്ലഉ മിനദ്ദഹിനി അനതവല്ലഉ മിനൽ ഹമീം. ഹമീം എന്ന് പറഞ്ഞാല് ചൂടുവെള്ളം. ചൂടുവെള്ളം കുടിച്ചാൽ വുളു എടുക്കണോ ചോദിച്ചു. ഫഖാല അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോ തീ കൊണ്ട് പാകം ചെയ്ത സാധനങ്ങൾ തിന്നാൽ വുളു എടുക്കണം എന്നാണ് ഹദീസ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ചോദ്യം എന്താ? അങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളം കുടിച്ചാൽ വുളു എടുക്കണോ? ഇങ്ങനെയാണെന്ന് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണത്? പ്രമാണങ്ങൾ എതിർക്കുന്നത്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിനെതിരെ 100 ന്യായങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ബുദ്ധി, നമ്മുടെ യുക്തി, നമ്മൾ പഠിച്ച കാര്യങ്ങളും അല്ലെ. ഇന്നൊരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ള 4-5 ഷർത്തുകൾ മാത്രം മതിയോ? ഇന്നെന്തല്ല, നമ്മുടെ ബുദ്ധിക്ക് അത് യോജിക്കണം, നമ്മുടെ യുക്തിക്ക് യോജിക്കണം. ഏതെങ്കിലും പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാര് അത് ഓക്കെയാണെന്ന് പറയണം, നമ്മുടെ നാട്ടിലെ ഖത്തീബ് അത് പറയണം, ഖുർആൻ ലേണിംഗ് ക്ലാസ് എടുക്കണ മൗലവി അത് പറയണം. ഇന്ന് എന്തെല്ലാം ഷർത്തുകളാണ് നമുക്കൊരു ഹദീസ് അല്ലെങ്കിൽ ഒരു വിഷയം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ? അത് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. വഹീല് അതായത് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടത് എന്താണോ അതാണ് പ്രമാണം. അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇത്തിബാ. അവിടെ ഹവക്കൊരു ഒരു സ്ഥാനമല്ല, നമ്മുടെ അഖലിനൊരു സ്ഥാപനം. ഹഖല് എന്നുള്ളത് എന്തിനാ? ഹഖല് എന്നുള്ളത് പ്രമാണങ്ങളെ ഗ്രഹിക്കാനാണ്, അല്ലാതെ വന്ന പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാനല്ല. അതാണ് ഇതിൽ പറഞ്ഞ് വലാ തുദറഖു ബിൽ ഉഖൂലി വലല്ലഹവ. പ്രമാണങ്ങളെ മനസ്സിലാക്കാനാണ് അല്ലാഹ് ബുദ്ധി എന്നത്. ഖുർആനിൽ പല സ്ഥലത്തും നിങ്ങളെ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ?
അങ്ങനെ ഖുർആനിൽ പല സ്ഥലത്തത് കാണാം. അത് വന്ന പിന്നെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാനുള്ളതല്ല, മറിച്ച് പ്രമാണങ്ങളെ മനസ്സിലാക്കാനാണ് അള്ളാഹ് ബുദ്ധി തന്നിക്കണത്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, എന്ത് അങ്ങനെയാണെങ്കിൽ ചൂടുവെള്ളം കുടിച്ചാലും wudu എടുക്കണ്ടേ ചോദിച്ചു. അല്ല, എന്തൊരു വിഷയം പറഞ്ഞാലും അതിന് നേരെ എതിര് ചോദ്യം. ഇതാണ് ഖിയാസ്, ഇതാണ് മസലുകൾ കൊണ്ടുവരല്ലേ. അതില്ലാന്നാ ഇസ്ലാമില്. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ ഇബ്ന അഖി, എന്റെ സഹോദരപുത്ര, ഇദാ സമിഅത ഹദീസൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഹദീസ് നീ കേട്ടാൽ ഫലാ തളിരിബു ലഹു മസല, അതിനെന്തുണ്ടാക്കരുത്? മസല് കൊണ്ടുവരരുത്. മസലുണ്ടാക്കിയിട്ട് അതിനെ എതിർക്കരുത്. അപ്പൊ ഈ പറഞ്ഞതിന് ഉത്തരം കൊടുക്കല്ല ചെയ്ത്, ആ രോഗത്തെ ചികിത്സിക്കുക ചെയ്ത്. ഇതൊരു രോഗമാണ്. എന്ത് പറഞ്ഞാലും അതിന് നേരെ ഓവർടേക്ക് ചെയ്തിട്ട് അതിന് നേരെ എതിര് ചെയ്യാം, അതിന് നേരെ എതിര് തെളിവ് കൊണ്ടുവരാം. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൂടുവെള്ളം പിന്നെ ഉപയോഗിച്ചാൽ ചൂടുവെള്ളം കുടിച്ചാലും wudu എടുക്കണം എന്നുള്ളതിന്റെ ഫത്വയല്ല പറഞ്ഞു കൊടുത്തത്. പിന്നെന്താ? അതിന്റെ അടിസ്ഥാനപരമായ തത്വം പഠിപ്പിച്ചു കൊടുത്തു. ഒരു ഹദീസ് കേട്ടാൽ ഫലാ തളിരിബു ലഹു മസല, അതിന് ഉദാഹരണം ഉണ്ടാക്കരുത്. തീ കൊണ്ട് വേവിച്ചത് എന്താണ് wudu എടുക്കണം എന്ന് പറഞ്ഞാൽ wudu എടുക്കുക, അത് വേറെ വിഷയമാണ്. അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാന്നുള്ളത്. അത് അംഗീകരിച്ചോളണം. പിന്നെ അതിന് വേറെ ചോദ്യം, അതാണ് വലൈസ ഫി സുന്നതി ഖിയാസുൻ വലാ തുളറബു ലഹൽ അംസാൽ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഓരോ വാചകങ്ങളും കണ്ടോ? അതൊക്കെ അദ്ദേഹം ഹദീസുകളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള വാചകങ്ങളാണ്. അപ്പൊ ഇതാണെന്ത് അദ്ദേഹത്തിന്റെ മറുപടി. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങള് ഹദീസുകളിൽ കാണാം. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം അൽ ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ദമ്മുൽ ഹവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ഉദാഹരണം കൊണ്ടുവന്നിട്ടുണ്ട്. അബുൽ ഹുസൈൻ അത്ത്-തബ്സി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, സമീഅതു അബാ സഈദുൽ ഇസ്തഖരി അദ്ദേഹം പറയുന്നതായിട്ട് പറയുന്നത്, വജാ റജുലുൻ വഖാല ലഹു, ഒരാള് അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, അബൂ സഈദിന്റെ അടുത്തേക്ക് വന്നു. അബുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാണ്. എന്നിട്ട് ഒരു ചോദ്യം, അയജൂസുൽ ഇസ്തിൻജാഉ ബിൽ ഇളമി, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എല്ലുകൊണ്ട് ശുചീകരിക്കാൻ പറ്റുമോ? എല്ലുകൊണ്ട് ശൗച്യം, ഇസ്തിൻജ എന്ന് പറഞ്ഞ ശൗച്യം ചെയ്യാം, അത് ജായിസാണോ ചോദിച്ചു. ഖാല, അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി കൊടുത്തില്ല, എല്ലുകൊണ്ട് ശൗച്യം ചെയ്യാൻ പാടില്ല. ലിമ, അപ്പൊ ചോദ്യകർത്താവ് അടുത്ത ചോദ്യം, എന്തുകൊണ്ട് പാടില്ല? ഖാല, അപ്പൊ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹുവ സാദു ഇഖ്വാനിക്കും മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട നിങ്ങളുടെ സഹോദരങ്ങളുടെ ഭക്ഷണമാണ് എല്ല്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഖാല ലഹു, ഇയാളെ വീണ്ടും ചോദിച്ചു, അൽ ഇൻസു അഫ്ളലു അമിൽ ജിന്നു, ജിന്നാണോ അതല്ല മനുഷ്യനാണോ ഇൻസാനോ അഫ്ളല്? അഫ്ളൽ ആരാണ് ഇതില്? ജിന്നാണോ ഇൻസാണോ? മനുഷ്യനാണോ ജിന്നാണോ? അബൂ സഈദിന്റെ മറുപടി, ബൽ അൽ ഇൻസ്, മനുഷ്യനാണ് ശ്രേഷ്ഠൻ. ഖാല, അപ്പൊ ആരുടെ ചോദ്യം, ഫലിമ യജൂസുൽ ഇസ്തിൻജാഉ ബിൽ മായി വഹുവ സാദുൽ ഇൻസ്, അങ്ങനെയാണെങ്കിൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുമോ? കാരണം വെള്ളം മനുഷ്യന്മാരുടെ സാദാണ്, മനുഷ്യന്മാരുടെ ഭക്ഷണമാണ് ഏത്? വെള്ളം. അങ്ങനെയാണെങ്കിൽ വെള്ളം കൊണ്ട് ശൗച്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ചോദ്യം കുതർക്കാൻ മനസ്സിലായല്ലോ. ഖാല ഫനസാ അലൈഹി وأحد بحلقه وهو يقول يا زنديق تعارض رسول الله صلى الله عليه وسلم وجعل يخنقه فلولا أني أدركته لقتله. എന്താ പറഞ്ഞ ആ ചോദ്യം ചോദിച്ചവന്റെ കൊല്ലിക്ക് പിടിച്ചു, ഹൽക്ക് കൊല്ലിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, യാ സിന്ദീഖ്, എന്താ സിന്ദീഖ്? സിന്ദീഖ് എന്ന് പറഞ്ഞ നിരീശ്വരവാദീന സിന്ദീഖ്.
അയാളെ കൊല്ലിക്ക് പിടിച്ചു, ഹലക്കന് പിടിച്ചിട്ട് പറഞ്ഞു, എടാ സിന്ദീഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസിനോട് നീ എതിരാവുകയാണോ? ഇവിടെ ഹദീസിനെതിരായി എന്തുകൊണ്ടെന്നിട്ട് ഖിയാസ് അല്ലെങ്കിൽ ഒരു ഉദാഹരണം, ഒരു മിസാല് കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ ഹദീസിനോട് നീ എതിരാവുകയാണോ? എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഖനഖ യഖ്നിഖു എന്ന് പറഞ്ഞ കൊല്ലിയിൽ പിടിച്ചിട്ട് ഞെക്കുന്നതിനാണ് പറയാൻ. എന്നിട്ട് ഇത് റിപ്പോർട്ട് ചെയ്ത അബുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫലൗല അന്നി അദറക്തുഹു, ഞാൻ പിടിച്ചു മാറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഖതലഹു, കൊന്നു കളയുമായിരുന്നു. ആ കോലത്തിലാണ് കൊല്ലിയിൽ പിടിച്ചിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഈ സംഭവം പല അഖീദന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും എന്തിനില്ല, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ഖിയാസ് അതില്ല. അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതിനെതിരായിട്ട് എന്ത് കൊണ്ടുവരരുത്, മിസാലുകൾ കൊണ്ടുവരരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർക്കുൽ ഹവ. അതെന്താണ്? പ്രമാണങ്ങളിൽ വന്നത് അത് ജിന്നുകളുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ഖിയാസിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, വലൈസ ഫിസ് സുന്നത്ത് ഖിയാസുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അനുവദിക്കപ്പെട്ട ഒരു ഖിയാസ് ഇസ്ലാമിലുണ്ട്. ഖുർആൻ വസ്സുന്ന വൽ ഇജ്മാഉ വൽ ഖിയാസ്, അത് ജായിസാണ്. നസ്സ് വരാത്ത വിഷയങ്ങളിൽ എന്ത് ചെയ്യാ, ഖിയാസ് ചെയ്യാ. അത് ആ ഖിയാസ് അല്ല ഇവിടെ പറഞ്ഞത്. നമ്മൾ രണ്ട് ഉദാഹരണങ്ങളിൽ പറഞ്ഞ ഖിയാസാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഖിയാസുൻ ഫാസിദ്, ഖിയാസുൻ ഫാസിദുൻ, ഫാസിദായ ഖിയാസ്. ഫാസിദായ ഖിയാസ് ആദ്യം ഇബ്ലീസാണ് ചെയ്തത്. ആ ഖിയാസ് അള്ളാന്റെ ദീനിൽ പറ്റൂല. ഇന്ന് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ ഖിയാസും ഈ ഉദാഹരണങ്ങൾ കൊണ്ടുവരലും അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയും അവന്റെ യുക്തിയുമാണ് എല്ലാ കാര്യങ്ങളും എതിർക്കുന്നത്. എതിർക്കാനുള്ള ഒരു മൈൻഡ് മനുഷ്യന് വരുന്നത് എന്തുകൊണ്ടാ? അതാണ് പ്രമാണങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. എന്ത് പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കില്ല. അപ്പൊ ആ ഖിയാസ് അനുവദിച്ചിട്ടുണ്ട്. നസ്സ് സ്ഥിരപ്പെടാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യാ, അതിൻ്റെതായ അർക്കാനുകൾ ഉണ്ട്, അതിൻ്റെതായ ഷുറൂത്തുകളൊക്കെ ഉണ്ട്. ആ ഖിയാസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ഖിയാസുൻ ഫാസിദ്, അത് ഇബ്ലീസ് നടത്തിയ ഖിയാസ്. എന്താ ഇബ്ലീസിന്റെ ഖിയാസ്? ഇബ്ലീസ് ഒരു ഖിയാസ് നടത്തിയിട്ടുണ്ട്, അറിയാം? അള്ളാന്റെ കൽപ്പനയെ ഇബ്ലീസ് ധിക്കരിക്കാൻ അവനൊരു ഖിയാസ് കൊണ്ടുവന്നു. ഒരു ഖിയാസ് കൊണ്ടുവന്നിട്ടാണ് അവനെ ധിക്കരിച്ചത്. ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ട്. അപ്പൊ ഞാനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ. പിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച അവന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദിച്ചു. അതൊരു ഖിയാസാണ്. അതാണ് ഖിയാസുൻ ഫാസിദ്. ആ ഖിയാസ് ലൈസ ഫിസ് സുന്നത്തി ഖിയാസുൻ. ഇസ്ലാമിൽ എന്തില്ല? ഇസ്ലാമില് ഖിയാസ് ഇല്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറയാണ്. അതേപോലെ തന്നെ അതിന് സുന്നത്തിനെ എതിർക്കാൻ വേണ്ടി, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ എതിർക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവരരുത്? ഉദാഹരണങ്ങൾ, അതിന് ന്യായങ്ങള്, കുതർക്കങ്ങൾ ഉന്നയിക്കരുത്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഹവ കൊണ്ടോ അത് മനസ്സിലാക്കാൻ പറ്റൂല. അത് വഹീ വേണം. വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത്, വിശദീകരിക്കേണ്ടത്. ഇപ്പൊ സിഹിർ, കണ്ണേർ, ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങള് ആ പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അത് അംഗീകരിക്കാം. കണ്ണേറ് എന്നുള്ളത് നമുക്ക് ഭൗതികപരമായിട്ടൊരു പക്ഷെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞോളന്നില്ല, അല്ലെ? എന്നാൽ ഹദീസിൽ പറഞ്ഞു അൽ ഐനു ഹഖ്ഖുൻ. അതെങ്ങനെ നമ്മൾ വിശദീകരിക്കും? എന്നിട്ട് അതിന് ഉദാഹരണങ്ങൾ കൊണ്ടുവരിക, അതിന് ന്യായങ്ങൾ കൊണ്ടുവരിക. അത് ഇസ്ലാമിലില്ല. അതേപോലെ തന്നെ സിഹിർ, നമ്മളെ കണ്ണുകൊണ്ടത് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാ. എന്നിട്ട് അതിനെ എതിർക്കുക ന്യായങ്ങൾ പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളെ ഇപ്പോ പ്രഗത്ഭരായ പല ആളുകളും ചെയ്യുന്ന രീതി എന്താ അറിയോ? ചില ഹദീസുകൾ സയൻസിനെതിരായിരിക്കും. ആ ഹദീസുകൾ അവരെന്ത് ചെയ്യും? തവക്കുഫാക്കി നിർത്തും. എന്നിട്ട് ഞങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണെന്നുള്ള പല ആളുകളും അങ്ങനെ ചെയ്യലുണ്ട്. ആ ഹദീസ് തൽക്കാലത്തിന് അവരെന്ത് ചെയ്യുക? മാറ്റിവെക്കുക. എന്നിട്ട് സയൻസ് അതിനൊരു വിശദീകരണം തരുന്നത് വരെ അവർ ആ ഹദീസ് അംഗീകരിക്കൂല.
അല്ലെ? അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള പലരും ഒരാ ഹദീസ് അംഗീകരിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഹദീസ് അംഗീകരിക്കണം. പേര് പറയേണ്ടതില്ലല്ലോ. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ അവരത് അംഗീകരിക്കൂല. അവർക്കത് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഇത്ര ദിവസം കൊണ്ട് പിന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അതിന്റെ ഓരോ ഘട്ടങ്ങളും ഖുറാനിലെ ഹദീസിലും വന്നിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അവരത് അംഗീകരിക്കൂല. അത് സയൻസിന് എതിരാ. അപ്പൊ അതൊരിക്കലും എന്തില്ല. ഇതെന്ന് പറഞ്ഞാല് ഇത് വഹിയാണ് യഥാർത്ഥത്തില്. അത് അവിടെ നമ്മൾ നിന്നോളണം. അത് സയൻസിന് അത് നമ്മള് പിന്നെ അതിനെതിരാണെങ്കിലും അല്ലെങ്കിലും പ്രമാണങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ നിന്നോളണം. കാരണം മനുഷ്യന്റെ ബുദ്ധി എന്നുള്ളത് വളരെ പരിമിത. അങ്ങനെ എത്ര കാര്യങ്ങളെ നിഷേധിക്കുന്നുണ്ട്. കുടിക്കുന്ന പാനീയത്തിൽ ഈച്ച വീണാല് ചില ആളുകളൊന്നും ആ ഹദീസ് അംഗീകരിക്കൂല. എത്ര ഹദീസുകൾ പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കൂല. എന്നാൽ ഇന്ന ശാസ്ത്രജ്ഞൻ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാല് അത് വളരെ പെട്ടെന്ന് അവർ അംഗീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്കിടയിലുണ്ട്. അത് ശരിക്കും ഒട്ടും ശരിയല്ല. ഇപ്പൊ എത്രയോ കൊല്ലങ്ങളായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസിനെ പുച്ഛിച്ച് നടന്നിരുന്ന പല ആളുകൾ ഇന്ന് ആ ഹദീസ് അംഗീകരിക്കും. അപ്പോ നമ്മളെ ബുദ്ധിന്റെ പരിമിതിയൊക്കെയാണ് നമുക്ക് ഇന്ന് മനസ്സിലായി. ഇന്ന് സയൻസ് അത് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സയൻസ് എന്ത് പറഞ്ഞു എന്നുള്ളത് വിഷയമില്ല. പക്ഷെ കുറെ ആളുകൾ ആ ഹദീസിനെ പരിഹസിച്ചു, പുച്ഛിച്ചു. ആ ഹദീസിനെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. മലക്ക് വരും, 42ാമത്തെ ദിവസം 4 കാര്യങ്ങൾ രേഖപ്പെടുത്തും. 40ാമത്തെ ദിവസം 114 ഹദീസിന്റെ പണ്ഡിതന്മാർ ജമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് കാരണം സയൻസ് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? മറ്റേ XY ബീജസങ്കലനം നടക്കുന്ന സമയത്ത് തന്നെ ആണും പെണ്ണും തീരുമാനിക്കപ്പെടും. പക്ഷെ ഹദീസിലുള്ളത് അതിനെതിരായിരുന്നു. 42ാമത്തെ ദിവസം വരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ 120ാമത്തെ ദിവസം കാത്തിരിക്കണം. ആ ഹദീസിനെ അവരൊന്നും അംഗീകരിച്ചിരുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു ജൂതനാണ്, കള്ളനാണെന്നുള്ളതിന്റെ തെളിവായിട്ട് അവർ ആദ്യം കൊണ്ടുവന്ന ഹദീസ് അതായിരുന്നു. ചെന്ന് സയൻസ് അവിടേക്ക് എത്തി. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വഹിയാണെന്നുള്ള നമ്മളെ ബുദ്ധിക്കോ യുക്തിക്കോ അതിനെതിരാകുകയാണെങ്കിൽ എന്താ ചെയ്യാ? നമ്മുടെ ബുദ്ധി മാറ്റിവെക്കുക, നമ്മുടെ യുക്തി മാറ്റിവെക്കുക, പ്രമാണങ്ങളിൽ വന്നത് അംഗീകരിക്കുക. അപ്പൊ അതാണ് എന്ത്? ഇന്നമാ ഹുവൽ ഇത്തിബാഉ വതർക്കുൽ ഹവ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല നമ്മുടെ ബുദ്ധിക്ക്. കാരണം എന്താ? അത് നമ്മുടെ ബുദ്ധിന്റെ പരിമിതിക്ക് അപ്പുറത്തായിരിക്കും. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ചില കാര്യങ്ങൾ ഇസ്ലാമില് ചോദിക്കാൻ തന്നെ പാടില്ല. എന്താ ചോദിക്കാൻ പാടില്ല? ചോദിച്ചിട്ടില്ലെങ്കിലേ സലഫി ആവുള്ളൂ. ചോദിച്ചാലേ വിദഅത്ത് മുബ്തദിയായി പോവും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇസ്ലാമിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പാടില്ല. ഇപ്പൊ ഇസ്തിവാന്റെ വിഷയം ഇമാം മാലിക് ബിൻ അനസ്, ആ സംഭവം വളരെ പ്രസിദ്ധമാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്ത്, ത്വഹയിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, അല്ലേ യാ അബാ അബ്ദില്ല കൈഫൽ ഇസ്തിവ, എങ്ങനെയാണ് ഇസ്തിവ എന്ന് ചോദിച്ചു. ചോദിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മറുപടി ആ ചരിത്രത്തിൽ അതിങ്ങനെ വിശദീകരിച്ച് കാണാം. അദ്ദേഹത്തിന്റെ തല താഴ്ത്തി, അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിലൂടെ വിയർപ്പുകൾ ഒലിച്ചിറങ്ങി. എന്നിട്ട് അദ്ദേഹം അതിന്റെ അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ വൽ ഈമാനു ബിഹി വാജിബുൻ അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ സംഭവത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാം, സുമ്മ അമറ ബിർറജുലി ഫൗഖിരിജ, അയാളെ പുറത്താക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതിനെ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാ അയാളെ പുറത്താക്കി? അയാൾ ബിദ്അത്തിന്റെ വാദാണ്, അത് മറ്റുള്ളവരെ കൂടി ഫിത്നയിലാക്കും. വേറൊന്ന് പറഞ്ഞത് അതൊരു മാതൃകയാകണം മറ്റുള്ളവർക്ക്. വിദ്യാർത്ഥികാരോട് സ്വീകരിക്കേണ്ട സമീപനം അങ്ങനെ ഇരിക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? ആ ഒരു ചോദ്യം എന്തുകൊണ്ട് അയാളെ മുബ്തദിയാക്കി? ആ ചോദ്യം ആര് ചോദിച്ചിട്ടില്ല? ശാബത്ത് ചോദിച്ചിട്ടില്ല. ഇത് ഇസ്ലാമാണ്. എന്തുകൊണ്ടാ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചോദിക്കാൻ പാടില്ല. എങ്ങനെയാണ് ഇസ്തിവാ? അപ്പൊ ഇസ്തിവ ഈ മാലിക് അതിന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചു കൊടുത്തത് അൽ ഇസ്തിവാഉ മഅലൂമുൻ, അത് ഖുർആനിലും പ്രമാണങ്ങളിൽ മഅലൂമാണ്, അത് സ്ഥിരപ്പെട്ടതാണ് എന്താണ് ഇസ്തിവ എന്നുള്ളത്. എന്നാൽ വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ കൈഫിയത്ത് ജഹൂലാണ്.
വൽ ഈമാനു ബിഹി വാജിബൻ, എന്നാൽ അതിൽ വിശ്വസിക്കുക എന്നുള്ളത് വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അ, ചോദ്യം തന്നെ എന്താ? എന്താ ചോദിക്കാൻ പാടില്ല. ആ ചോദ്യം തന്നെ എന്താണ് ഇവിടെ? ആ ചോദ്യം തന്നെ ബിദ്അത്താണെന്നാ. അങ്ങനെ ആളെ പുറത്താക്കി എന്നുള്ളതാ. അപ്പൊ അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉസൂലു സുന്നന്റെ അടിത്തറ ഉസൂലുകളായിട്ട് വലൈസ ഫി സുന്നത്തി ഖിയാസുൻ വലാ തുദറബു ലഹൽ അംസാലു വലാ തുദറഖു ബിൽ ഉഖൂലി വലൽ അഹ്വായി. പിന്നെ അതെന്താണ്? ഇസ്ലാം എന്നുള്ളത് അവിടെ ബുദ്ധിയോ യുക്തിയോ ഹവയോ ഒന്നുമല്ല. പിന്നെ അത് ഇന്നമാഹുവൽ ഇത്തിബാഉ വതർക്കുൽ ഹവ. അപ്പൊ എന്താ വെച്ചാല് ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും, നമ്മളതാണ്ട് അംഗീകരിച്ചോളണം. നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിനോ യോജിക്കുന്ന കാര്യമായിരിക്കണം എന്നല്ല. പക്ഷെ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അംഗീകരിച്ചോളണം. ഇപ്പൊ ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു സംഭവത്തില് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരാള് നബിന്റെ അടുത്ത് വന്നിട്ട് ഒരു പരാതിയും കൊണ്ടുവന്നു. എന്തായിരുന്നു പരാതി? അയാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന അഖി, എന്റെ സഹോദരന് ഇസ്തത്തിലക്ക എന്ന് പറഞ്ഞാൽ ഇന്ന അഖി ഇസ്തത്തിലക്ക ബത്തുനഹു, വയറിനുണ്ടാകുന്ന അസുഖം, വയറിളക്കം ബാധിച്ചിട്ടുണ്ട്, വയറിളകിയിട്ടുണ്ട്. അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഇസ്ഖി അസല്, അവന് തേന് കൊടുക്ക്. അങ്ങനെ അയാൾ പോയിട്ട് ഫസഖാഹു, തേൻ കൊടുത്തു. പക്ഷെ രോഗം സുഖമായില്ല. 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. 3ാമത്തെ പ്രാവശ്യം അയാൾ വന്നിട്ട് എന്ത് പറഞ്ഞു? സഖൈതുഹു, റസൂലെ, ഞാൻ തേൻ കൊടുത്തു. ഫലം യസ്ദുഹു ഇല്ലാ ഇസ്തിത്ലാഖ, പക്ഷെ ഇത് കൂടുക ചെയ്തത്, വർദ്ധിക്കുകയാണ് ചെയ്തത് പറഞ്ഞു. അപ്പൊ നമ്മുടെ അനുഭവത്തിന് അത് എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ പറഞ്ഞത്? 4ാമത്തെ പ്രാവശ്യം അയാൾ വന്നപ്പോ പറഞ്ഞു, സ്വദഖല്ലാഹു വകദബ ബത്നു അഖീക്. ഇതാണ് തത്വം. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ എതിരാണ് തോന്നിപ്പോകും. പക്ഷെ ഇവിടെ വലിയൊരു മാതൃകയാണ്, ഒരു അടിസ്ഥാനപരമായ തത്വമാണ് ഇവിടെ പഠിപ്പിച്ചത്. നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അനുഭവത്തിനെതിരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ, അല്ലെ, ആ മനുഷ്യന് വരെ അതിൽ സംശയം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് അങ്ങനെ ഒരു സംശയം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് സത്യ. കാരണം ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് തേനിനെ പറ്റി? ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ ശിഫ ഉണ്ട് എന്നുള്ളത് അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹ് പറഞ്ഞത് സ്വദഖല്ലാഹ്, അത് സത്യമാണ്. വകദബ ബത്നു അഖീക്, എന്റെ സഹോദരന്റെ വയർ കളവാക്കി. തകരാറാർക്ക? ഖുർആനും ഹദീസിനല്ല. തകരാറാർക്ക? എന്റെ സഹോദരന്റെ വയറിനാണ്. എന്റെ സഹോദരന്റെ വയർ അത് ഉൾക്കൊള്ളണില്ല. അപ്പൊ ചില കാര്യങ്ങള് നമ്മുടെ ബുദ്ധിക്ക് അത് ചിലപ്പോൾ യോജിച്ചോളണമെന്നില്ല, നമ്മളെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പരിമിതികളുണ്ട് അതിന്. അപ്പൊ ഇതയാളുടെ അനുഭവത്തിനെതിരായി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വീകരിക്കേണ്ട മാതൃക അവിടെ പഠിപ്പിച്ചു, ആ തത്വം പഠിപ്പിച്ചു. എന്ത്? അല്ലാഹ് പറഞ്ഞത് സത്യം, അല്ലാഹും റസൂലും പറഞ്ഞത് സത്യം. തകരാറ് നിന്റെ സഹോദരന്റെ വയറിനാണ്, പോയിട്ട് തേൻ കൊടുക്കുന്നു പറഞ്ഞു. വീണ്ടും അങ്ങനെ അയാള് തേൻ കൊടുത്തു. പിന്നീട് ഹദീസിൽ കാണാം, അത് ഫസഖാഹു ഫബരിഅ, അയാൾ വീണ്ടും പോയിട്ട് തേൻ കൊടുത്തു, ആ അസുഖം സുഖപ്പെട്ടു. അപ്പൊ ഇത് ആദ്യഘട്ടത്തിൽ നമ്മുടെ അനുഭവത്തിന് തന്നെ അത് എതിരായി അയാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്നിരുന്നാലും പ്രമാണങ്ങളിൽ വന്നത് അത് സത്യമാണ്, അത് വഹിയാണ്. അത് നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നമുക്കത് മനസ്സിലാക്കിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ പറഞ്ഞത് അള്ളയാണ്, പറഞ്ഞത് റസൂലാണ്. ആ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അവിടെ അതിനെതിരായിട്ട് എന്ത് ചെയ്യരുത്? ഖിയാസ് കൊണ്ടുവരരുത്, അതിന് ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ഹവ കൊണ്ടോ അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. പിന്നെ എന്താ? ഇന്നമാഹുവൽ ഇത്തിബാഉ, അത് പ്രമാണങ്ങളിൽ വന്നത് ഇത്തിബാ ചെയ്യൽ മാത്രമാണ്. വതർക്കുൽ ഹവ, അവന്റെ ഇച്ഛകളെ ഉപേക്ഷിക്കലുമാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളല്ല അവിടെ,
പ്രമാണങ്ങളിൽ വന്നത് അതേപോലെ സ്വീകരിക്കുക. അപ്പോൾ ഇതാണ് അദ്ദേഹം ഉസൂലായിട്ട് എണ്ണി പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി, വസുന്നത്തു ഇൻദന, സുന്നത്ത് നമ്മുടെ അടുത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത് ആസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളാണ്. ഖൗലു ഫീൽ തക്രീർ. വസുന്നത്തു തുഫസ്സിറുൽ ഖുർആന, സുന്നത്ത് ഖുർആനിനെ വിശദീകരിക്കുന്നു. വഹിയ ദലായിലുൽ ഖുർആനി, ഖുർആനിന്റെ ഗൈഡാകുന്നു സുന്നത്ത്. വലൈസ ഫി സുന്നത്തി ഖിയാസുൻ, സുന്നത്തിൽ ഇസ്ലാമിൽ എന്തില്ല? ഖിയാസിന് യാതൊരുവിധ സ്ഥാനവുമില്ല, ഖിയാസില്ല. വലാ തുദറബു ലഹൽ അംസാലു, അതിനെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ സുന്നത്തിനെ എതിർക്കുന്നതിന് വേണ്ടി ഉദാഹരണങ്ങൾ കൊണ്ടുവരരുത്, ഉദാഹരണങ്ങൾ സ്ഥാപിക്കരുത്. വലാ തുദറക്കു, അത് പ്രാപിക്കാൻ സാധ്യമല്ല, മനസ്സിലാക്കാൻ സാധ്യമല്ല. ബിൽഖൂലി വലൽ അഹ്വായി, മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ടും അവന്റെ ഇച്ഛകൾ കൊണ്ടും അവന്റെ താല്പര്യങ്ങൾ കൊണ്ടും അത് ഗ്രഹിക്കുക സാധ്യമല്ല. പിന്നെ ഇന്നമാ ഹുവൽ ഇത്തിബാഉ, അവൻ ചെയ്യേണ്ടത്, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിലുള്ളത് ഇത്തിബാഅ് മാത്രമാണ്, പിൻപറ്റൽ മാത്രമാണ്, പിന്തുടരൽ മാത്രമാണ്. വതർക്കുൽ ഹവ, അവന്റെ ഹവ അതിനെ ഉപേക്ഷിക്കലുമാകുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.